ചാണകം എന്നും പറഞ്ഞ് ഒരുപാട് പേര് കളിയാക്കാറുണ്ട്. പക്ഷേ ചാണകമുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. ചിലതൊന്നും നമുക്ക് യോജിക്കാൻ കഴിയത്തില്ല നമ്മുടെ സമൂഹത്തിൽ. പക്ഷേ ചാണകം അടിപൊളി സംഭവമാണ്. അതുകൊണ്ട് എന്താ ചെയ്യുന്നതെന്നുണ്ടോ, കുഴമ്പ് രൂപത്തിലാക്കി ഉണ്ടാക്കുന്ന നിങ്ങളൊന്ന് കണ്ടോളി. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് വീട് മെഴുകുന്നത് ചാണകം കൊണ്ടാണ്. ആ ചാണകത്തിൻ്റെ കഥയാണ് ഈ കഥ. കണ്ട, കൊതുകുതിരി ഉണ്ടാക്കി, കൊതുകുതിരി ചാണകം കൊണ്ട്. നമ്മുടെ എറണാകുളത്ത് കിടന്ന് ഉറങ്ങുന്നവർ ഭൂരിഭാഗം പേരും ഇത് ഡെയിലി വാങ്ങിച്ച് കിടന്ന് ഉറങ്ങാതിരിക്കത്തില്ല. കാരണം അല്ലെങ്കിൽ കൊതു എടുത്തുകൊണ്ട് പോകും. മൂട്ടൻ കൊതു എടുത്തുകൊണ്ടങ്ങ് പോകും. ട്രിപ്പ് പോകുന്നവരും പല സംസ്ഥാനങ്ങളിൽ താമസിക്കുന്നവരും ഈ സാധനം യൂസ് ചെയ്യണം. മണത്തും നോക്കുകയാണ്. ചാണകം കൊണ്ടുള്ള ഒരു റെമഡി സാധനമാണ് കൊതുകുതിരി. അതേപോലെ ആനപ്പിണ്ടം കൊണ്ടുള്ള കൊതുകുതിരിയുണ്ട്. ആന ചാണകം എന്നൊക്കെ പറയാം. അതുകൊണ്ടുള്ള കൊതുകുതിരിയാണ്, കൊതുകുതിരി അല്ലല്ലോ, അതുകൊണ്ടുള്ള തിരി ആണ് ചന്ദനത്തിരി. നമ്മളിങ്ങനെ മണപ്പിക്കുമല്ലോ, പലയിടത്തും കൊണ്ട് കത്തിക്കത്തില്ലേ, നല്ല സുഗന്ധ വ്യഞ്ജനം എന്ന് പറയുന്ന ആ സാധനം. എന്തായാലും ചാണകം കൊണ്ടൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനെ ടക്ക് എന്ന് തട്ടിയിട്ട് ഭിത്തികളിൽ ഒട്ടിക്കും. അതുകൊണ്ട് അവർ അടുപ്പ് കത്തിക്കാറുണ്ട്. അതുകൊണ്ട് മരിക്കുന്നവരെ ബോഡി വരെ കത്തിക്കാറുണ്ട്. ചാണകത്തിന് ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ്. പക്ഷേ ഇപ്പോഴും ചാണകത്തിനൊന്നും ഒരു വിലയില്ലെന്നേ നമ്മുടെ ഇന്ത്യയിൽ ചാണകത്തിന് വിലയില്ല. അപ്പം അതും പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ. മലയാളികൾ പറയുന്നത് ഞങ്ങളുടെ കേരളം സെപ്പറേറ്റ് ഒരു രാജ്യമാക്കി തരണം എന്നുള്ള ചിന്താഗതിയിലുള്ള ആൾക്കാരാണ്. വല്ലാത്ത കാര്യമാണ്. ഇന്ത്യ മാത്രം കുറ്റം പറഞ്ഞ് നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. കണ്ട, കൊതുകുതിരി എങ്ങനെ ഉണ്ടാക്കിയെന്നുണ്ട. ഈ കൊതുവിനെയൊക്കെ തല്ലിക്കൊല്ലുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ഇതുപോലൊരു സാധനം വാങ്ങിച്ച് ഒട്ടിച്ച് വെച്ചോളൂ. ബെസ്റ്റാണ്, ഇതുമാണ്, പൊളി സാധനമാണ് കൊതുകുതിരി. വാങ്ങിച്ചോളി, മണപ്പിച്ചോളി. നിങ്ങൾ ഓരോരുത്തരുടെ വീട്ടിലും നിങ്ങൾ കൊണ്ടുപോയി കാണും. നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ പലരും ഈ സാധനം കത്തിക്കുന്നതിൽ നിന്ന് മണപ്പിച്ചും കാണും. വല്ലാത്ത ജാതികൾ. എന്നിട്ടാണ് ചാണകത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വല്ലാത്ത ജാതി.